कृष्णो उपदेशतः शम्भोस्तपः कृत्वादिदारुणं प्राच्यशास्त्रं शम्भुवराज्जिज्ञेतानर्जुनस्ततः अश्वत्थामा महावीरो महादेवांशजो मुने तथापि तद्भक्तिवशः सप्रतापमदर्शयत् विनाश्य पाण्डवसुताञ्जिक्षिक्षादानभियत्नतः कृष्णादिभिर्महावीरैरनिवार्यबलपरैः पुत्रशोकेन विकलामापदन्तं तमर्जुनं रथेनाच्युतवन्तं हि दृष्ट्वा स च पराद्रवत्. ദ്രോണാചാര്യർക്ക് കൃപയിലുണ്ടായ പുത്രൻ അശ്വത്ഥാമാവ്. അശ്വത്തെപ്പോലെ ബലമുള്ളവൻ അശ്വത്ഥാമാവ്. സപ്തചിരഞ്ജീവികളിൽ ഒരാളായ അശ്വത്ഥാമാവ്. പതിനെട്ട് ദിവസം നീണ്ടുനിന്ന മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാന ദിവസം ഭീമസേനൻ്റെ മാരകപ്രഹരമേറ്റ് ദുര്യോധനൻ വീണതോടെ പാണ്ഡവർ വിജയികളായി പ്രഖ്യാപിക്കപ്പെട്ടു. പാണ്ഡവരുടെ ഭാഗത്ത് പഞ്ചപാണ്ഡവരും കൃഷ്ണനും സാത്വികയും ദ്രൗപദിയുടെ 5 പുത്രന്മാരും ശിഖണ്ഡിയും തേരുകളും ആനകളും കുതിരകളും കാലാൾപ്പടകളും ശേഷിച്ചിട്ടുണ്ട്. പാണ്ഡവരുടെ അടുത്ത രാജ്യാവകാശികളായ ദ്രൗപദിയുടെ 5 ഓമനപുത്രന്മാരാണ് പാണ്ഡവരുടെ അടുത്ത പ്രതീക്ഷ. പാണ്ഡവർക്ക് ആശ്വാസമായി. യുദ്ധശേഷം ജയം നേടിയ പാണ്ഡവർ ദുര്യോധനാദികളുടെ കൊട്ടാരങ്ങളിൽ കയറി വിജയം പ്രഖ്യാപിച്ചു. അന്നു രാത്രി പാണ്ഡവരും സാത്വികയും ശിബിരം വിട്ടു പാർക്കണമെന്ന് ഭഗവാൻ കൃഷ്ണൻ അവരോട് ആവശ്യപ്പെട്ടു. അതിനാൽ പഞ്ചപാണ്ഡവരും സാത്വികയും കൃഷ്ണനും ഓഘവതി നദിയുടെ തീരത്ത് വസിച്ചു. പാണ്ഡവർക്ക് ദ്രൗപദിയിൽ പിറന്ന 5 കുമാരന്മാരും ശിഖണ്ഡിയും സേനാനായകനായ ദൃഷ്ടദ്യുമ്നനും അവശേഷിച്ച സൈനികരും ശിബിരത്തിലും വസിച്ചു. അന്ന് രാത്രിയിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം പാണ്ഡവരെയും സാത്വികയെയും സ്പർശിക്കാതിരിക്കുവാനാണ് ഭഗവാൻ കൃഷ്ണൻ ഇപ്രകാരം പ്രവർത്തിച്ചത്. രുദ്രാംശമായ ദ്രോണപുത്രൻ്റെ സ്വഭാവം ഭഗവാൻ കൃഷ്ണന് നന്നായി അറിയാമായിരുന്നു. കാലൻ്റെ കോപമാണ് അശ്വത്ഥാമാവിന്. കോപിച്ചാൽ രുദ്രനെപ്പോലെ സർവ്വതും സംഹരിച്ചു കളയും. അയാളുടെ ആയുധത്തിൽ എപ്പോഴും അന്തകൻ വസിക്കുന്നു. യുദ്ധശേഷം ദുര്യോധനനെ ദർശിച്ച അശ്വത്ഥാമാവ് കോപത്തോടെ ഇങ്ങനെ പറഞ്ഞു: അല്ലയോ മിത്രമേ, എൻ്റെ പിതാവ് മരിച്ചപ്പോൾ പോലും ഇത്രയധികം ദുഃഖം എനിക്കുണ്ടായിട്ടില്ല. അങ്ങയുടെ ഈ സ്ഥിതി കാണുമ്പോൾ എനിക്ക് പാണ്ഡവരോടും കൃഷ്ണനോടും പുച്ഛം തോന്നുന്നു. എനിക്ക് ആജ്ഞ തരുക, ശത്രുക്കളെ ഞാൻ കൊല്ലുന്നുണ്ട്. ദുര്യോധനൻ ഉടൻ തന്നെ ഒരു കുടം ജലം കൊണ്ടുവാൻ കൃതവർമാവിനോട് ആവശ്യപ്പെട്ടു. കൃപരെ പുരോഹിതനാക്കി ആ ജലത്തെ അശ്വത്ഥാമാവിൻ്റെ ശിരസിൽ അഭിഷേകം നടത്തി അദ്ദേഹത്തെ ആ മൂവർ സംഘത്തിൻ്റെ സൈന്യാധിപനായി അഭിഷേകം ചെയ്തു. അശ്വത്ഥാമാവ് സൈന്യാധിപനായി കൊലവിളിയോടെ അവിടെ നിന്നും പോയി. ശത്രുസംഹാരത്തിനായി അശ്വത്ഥാമാവ് സ്വയം ഒരു ഉപായം കണ്ടുപിടിച്ചു. രാത്രിയിൽ പതുങ്ങിയിരുന്നാക്രമിച്ച് പാണ്ഡവരെ വകവരുത്തുക. ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം പാണ്ഡവർ അത്ര ധർമ്മനിഷ്ഠരൊന്നുമല്ല. അധർമ്മം ചെയ്തു തന്നെയാണ് അവരും യുദ്ധം ജയിച്ചത്. അതിനാൽ അവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നതിൽ തെറ്റില്ല.
അശ്വത്ഥാമാവ് ശിബിരത്തിന് മുന്നിൽ കാവൽ നിൽക്കുന്ന ഒരു മഹാഭൂതത്തിനെ കണ്ടു. കാലസ്വരൂപനായ ആ ഭൂതം പുലിത്തോലുടുത്തവനും സർപ്പമാകുന്ന പൂണൂൽ ധരിച്ചവനും ദംഷ്ട്രങ്ങൾ നീണ്ട ഭയാനകമായ മുഖത്തോടു കൂടിയവനുമായിരുന്നു. അതിൻ്റെ ശരീരത്തിൽ നിന്നും എണ്ണമറ്റ ശ്രീകൃഷ്ണന്മാർ പുറപ്പെട്ടുകൊണ്ടിരുന്നു. ദൃഷ്ടദ്യുമ്നനെയും ശിഖണ്ഡിയെയും ഉപപാണ്ഡവരെയും അശ്വത്ഥാമാവ് നിഷ്കരുണം വധിച്ചു. മക്കളെല്ലാം മരിച്ചെന്നറിഞ്ഞ് ദുഃഖം താങ്ങവയ്യാതെ ദ്രൗപദി ബോധരഹിതയായി വീണു. ഇതു കണ്ട് ഭീമന് സഹിക്കാനായില്ല. ദുഃഖിതയായ ദ്രൗപദിയെ ആശ്വസിപ്പിക്കാനായും അശ്വത്ഥാമാവിനെ ശിക്ഷിക്കാനുമായും ഭീമസേനൻ നകുലനെ തേരാളിയാക്കി അശ്വത്ഥാമാവിനെ തേടി പുറപ്പെട്ടു. തുടർന്ന് വ്യാസാശ്രമത്തിനടുത്തു വച്ച് അശ്വത്ഥാമാവിനെ കണ്ടെത്തി തോൽപ്പിക്കുകയും ശിരസ്സിലെ ചൂടാമണി നേടിയെടുത്ത് ദ്രൗപദിക്ക് കൊടുക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ശാപം: നീ ബാലഘാതകിയും ദുഷ്ടനുമാണെന്ന് ലോകം മനസ്സിലാക്കിയിരിക്കുന്നു. ബുദ്ധിമാന്മാർ നിന്നെ പാവിയെന്ന് വിളിക്കും. നിനക്ക് ജനങ്ങൾക്കിടയിൽ ഇരിപ്പിടം കിട്ടുകയില്ല. നിന്റെ ശരീരത്തിൽ സകല വ്യാധികളും പടർന്നു പിടിക്കും. ഇത്തരത്തിൽ അശരണനായി നീ 3000 കൊല്ലം ഭൂമിയിൽ അലഞ്ഞുതിരിയും. നിന്നാൽ വധിക്കപ്പെട്ട ഗർഭസ്ഥ ശിശുവിനെ ഞാൻ ജീവിപ്പിക്കും. നീ നോക്കി നിൽക്കെ അവൻ അടുത്ത കുരുരാജാവെന്ന് പ്രസിദ്ധനാകും. ഹേ അശ്വത്ഥാമ, കൃഷ്ണ പരമാത്മാവിൻ്റെ ശാപശരങ്ങളേറ്റ അശ്വത്ഥാമ തൻ്റെ പിതാവായ ദ്രോണാചാര്യരുടെ ഗുരുവായ പരശുരാമൻ്റെ അടുക്കലേക്കെത്തി. ഗുരുവേ, ഇനി ഞാൻ എന്തു ചെയ്യണം? ഉത്തരം: ജ്ഞാനം. ജ്ഞാനത്തിനായി ഞാൻ എന്തു ചെയ്യണം? ഗുരുവിൻ്റെ പക്കലേക്ക് പോവുക. ഞാൻ അങ്ങയുടെ അടുത്ത് തന്നെയല്ലേ നിൽക്കുന്നത്? വേദവ്യാസൻ്റെ അടുത്തേക്കെത്തുക. അദ്ദേഹം എന്നെ സ്വീകരിക്കുമോ? ഗുരുവിന് പാപവും പുണ്യവും ഇല്ല, ജ്ഞാനം മാത്രം. ജ്ഞാനമാണ് ഗുരു, ഗുരുവാണ് ജ്ഞാനം. മുനിപ്പാറയിലെ ഗുഹാക്ഷേത്രത്തിൽ ഈ കരിമ്പാറക്കെട്ടുകളിൽ വളർന്ന് നിൽക്കുന്ന ഈ ആൽമരം അശ്വത്ഥാമാവ് തന്നെയാണ്. ഇന്നും അനന്ത പത്മനാഭസ്വാമിയുടെ പാതാരവിന്ദത്തിലെ ഒരു ഇരുണ്ട കോണിൽ ചിരഞ്ജീവിയായ വേദവ്യാസമുനി ഇരിക്കുകയും അടുത്തുതന്നെ അശ്വത്ഥാമാവ് നിൽക്കുകയും ചെയ്യുന്ന പ്രതിഷ്ഠയുണ്ട്. യുഗങ്ങളും കാലങ്ങളും കഴിയും, ഇരുട്ടും വെളിച്ചവും വരും, ജനനവും മരണവും ഉണ്ടാകും. അപ്പോഴും ജ്ഞാനം തന്നെയാണ്. ജ്ഞാനം എല്ലാ പൊരുളും മനുഷ്യരിലേക്ക് എത്തിക്കും. ജ്ഞാനത്തിനായി അശ്വത്ഥാമാവും